നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാഴ്മുളം തണ്ടല്ലയോ ഞാൻ, പാഴ്മുളം തണ്ടല്ലയോ. നീ എന്ന നാമത്തെ മന്മനം ചെയ്യുന്നൊരാലിലെ തുണ്ടല്ലയോ ഞാൻ, ആലിലെ തുണ്ടല്ലയോ. ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഓടക്കുഴലുണ്ടാകുമല്ലേ. ഓടക്കുഴലിൻ്റെ കഥയൊന്ന് കേട്ടാലോ. എന്നും രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഭഗവാൻ മുറ്റത്തേക്ക് ഓടിയിറങ്ങിയിട്ടോ അവിടെയുള്ള എല്ലാ ചെടികളെയും വൃക്ഷങ്ങളെയും കെട്ടിപ്പിടിച്ച് പറയും, നിങ്ങളെ എനിക്ക് എന്തിഷ്ടമാണെന്നോ, നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആ വൃക്ഷങ്ങളും ചെടികളും സന്തോഷത്തോടെ ആടി ഉലയും. അവരും തിരിച്ചു പറയും, ഭഗവാനെ കണ്ണ, നിന്നെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ ഞങ്ങളുടെ ജീവനല്ലേ. ഇങ്ങനെ എന്നും രാവിലെ മുറ്റത്തേക്ക് ഓടിയിറങ്ങി ഭഗവാൻ എല്ലാ ചെടികളെയും വൃക്ഷങ്ങളെയും സ്നേഹിക്കും. അതിനുശേഷം ഒരു ദിവസം രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയ കണ്ണൻ്റെ മുഖത്തൊരു പരിഭ്രമം. അത് മുറ്റത്ത് നിന്നിരുന്ന മുള കണ്ടു. മുള ചോദിച്ചു, എന്താ കണ്ണാ നിനക്കുന്നൊരു പരിഭ്രമം? ഭഗവാൻ പറഞ്ഞു, ഒന്നുമില്ല. മുള ചോദിച്ചു, എന്താണെങ്കിലും എന്നോട് പറയൂ കണ്ണാ. ഇല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമമാകും. എനിക്ക് വിഷമമാവില്ല, നീ പറഞ്ഞോളൂ. എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത്. നിന്റെ ഒരു തണ്ട് ഞാൻ മുറിച്ചെടുത്തോട്ടെ. അല്പം നേരം മുള ഒന്ന് പരിഭ്രമിച്ചു. പിന്നീട് ചോദിച്ചു, വേറെ വഴിയൊന്നുമില്ലേ കണ്ണാ? ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഈ ഉദ്ദേശം നടക്കണമെങ്കിൽ ഇതേ ഒരു വഴിയുള്ളൂ. പിന്നെ മുള ഒന്നും ആലോചിച്ചില്ല. ഭഗവാനെ കണ്ണാ, എന്നെ തന്നെ ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. നീ എന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോളൂ. മുള മുറിച്ചെടുത്തോളൂ കണ്ണാ. ഇത് കേട്ട ഭഗവാൻ പിന്നെ ഒട്ടും വൈകാതെ തണ്ട് മുറിച്ചെടുത്തു. മുളയ്ക്ക് അതിയായ വേദനയുണ്ടായി. ഭഗവാൻ ആ തണ്ട് മുറിച്ചെടുത്ത് അതിൽ 9 ദ്വാരങ്ങളുണ്ടാക്കി അതിമനോഹരമായൊരു ഓടക്കുഴലുണ്ടാക്കി അതിൽ നിന്ന് മധുരമായ വേണുഗാനം പൊഴിച്ചു. ഇത് കേട്ട മുളയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. മുള ചിന്തിച്ചു, ഭഗവാനെ, ഇത്രയും വേദന എനിക്ക് തന്നത് ഈ സന്തോഷത്തിനായിരുന്നു. ആ വേദനയെല്ലാം ഈ വേണുഗാനത്തിലൂടെ സന്തോഷമായി മാറി. ഭഗവാന്റെ സ്വഭാവം, അലങ്കാരം, വേണുനാദം ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഗോപികമാർ ഭഗവാനിൽ ആകൃഷ്ടരായത്. ഭഗവാന്റെ വേണുനാദത്തിൽ മതിമറന്ന് നൃത്തം ചെയ്തിരുന്ന ഗോപികമാർക്ക് ഒരു ദിവസം ഓടക്കുഴലിനോട് അസൂയ തോന്നി. എന്തിനാണെന്നോ അസൂയ? ഭഗവാന്റെ കൂടെ സംഘ സഹചാരിയാണ് ഓടക്കുഴൽ. ഭഗവാനെ അത്രയ്ക്കും ഓടക്കുഴലിനോട് ഇഷ്ടമാണ്. ഭഗവാനെ തങ്ങളുടെ പതിയായി ലഭിക്കാൻ ഗോപികമാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. തങ്ങളുടെ നാഥൻ തങ്ങളുടെ അടുത്ത് അല്പസമയമാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ഓടക്കുഴലിൻ്റെ അടുത്തോ ഒരുപാട് സമയം ഭഗവാൻ ചെലവഴിക്കുന്നു. ഭഗവാന്റെ കൂടെ എപ്പോഴും ഓടക്കുഴലുണ്ട്. ഭഗവാൻ ഓടക്കുഴലിനെ വളരെയധികം സ്നേഹിക്കുന്നു. ഇതാണ് ഗോപികമാർക്ക് ഓടക്കുഴലിനോട് അസൂയ ഉണ്ടാവാൻ കാരണം. ഗോപികമാർ പരസ്പരം ചോദിച്ചു, എന്താണ് ഭഗവാനെ ഓടക്കുഴലിനോട് ഇത്രയും പ്രിയം? അതിലെന്താണ് രഹസ്യം? മുള പറഞ്ഞു, അതിലൊരു രഹസ്യവുമില്ല. ഞാൻ എന്നെ തന്നെ ഭഗവാനെ സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഞാൻ എന്നെ തന്നെ ഭഗവാനെ സമർപ്പിച്ച് എന്നെ ഭഗവാനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ ഭഗവാനെ സമർപ്പിക്കൂ. അതാണ് ശരിയായ കൃഷ്ണഭക്തി എന്ന് മുള പറഞ്ഞു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് എന്ത് വേദന തന്നാലും നാളെ അതിലൊരു സന്തോഷം ഭഗവാൻ തരും. ദുഃഖമുണ്ടാകുമ്പോൾ അധികം നമ്മൾ ദുഃഖിക്കാതിരിക്കുക. സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുക. നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊന്നും നമുക്കങ്ങനെ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ ശീലിച്ചു പോന്ന പല പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. പിന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് ചില സമയങ്ങളിൽ മായ പിടിപെടും.
നമുക്ക് ജപിക്കാൻ തോന്നില്ല, കീർത്തനങ്ങൾ ചൊല്ലാൻ കഴിയില്ല, ഗ്രന്ഥങ്ങൾ വായിക്കാൻ കഴിയില്ല, ഒരു അകൽച്ച നമുക്ക് ഭഗവാനോട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭക്തരുമായി, ഭഗവാന്റെ ഭക്തരുമായി, അത് പോസിറ്റിവിറ്റി പറയുന്ന ഭക്തരുമായിട്ട്, മോട്ടിവേഷൻ തരുന്ന ഭക്തരായിട്ട് നമ്മൾ സംസാരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. അപ്പോൾ നമുക്ക് ആ മായ ബാധിച്ചത് മാറിക്കിട്ടും. പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന മൈൻഡുള്ള ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിനെ നമ്മൾ നെഗറ്റീവിലേക്ക് വിടാതെ വേറെ ഒന്നും ചെയ്യാനില്ല വെച്ചെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മളൊരു മന്ത്രം കൊടുക്കുക. ഒന്നുകിൽ നാരായണ നാമം ജപിക്കുകയോ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയോ ഫുള്ള് വേറെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമ്മൾ നാമം ചെയ്യുക. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുത്ത് നമ്മളുടെ മനസ്സിലേക്ക് മന്ത്രം മാത്രം കൊടുത്താൽ പോരാ, ഭഗവാന്റെ സ്മരണയും കൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ എല്ലാവരും ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ ശ്രമിക്കുക, ഒരു മാല ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. മാത്രമല്ല, എൻ്റെ ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് കേട്ടുള്ള കഥയാണ്. പക്ഷേ ഭഗവാന്റെ കഥകൾ എത്ര കേട്ടാലും അതിലൊരു പുതുമ ഉണ്ടാവും. അങ്ങനെ ഈ കഥയിലുണ്ടായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനം ആയിട്ടിരിക്കുക, ആരും വിഷമിക്കാതിരിക്കുക. ഭഗവാനുണ്ട് എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.